ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ സെഷനിലാണ് ഇന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷനായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ബാക്കി ചോദ്യങ്ങൾ ചെയ്യാനാണ്, ക്വസ്റ്റ്യൻസ് 8 to 15. പിന്നീട് അതിന്റെ ഈ സെഷനുമായി ബന്ധപ്പെട്ട കുറച്ച് അസൈൻമെന്റ്സ്, 3 അസൈൻമെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു. ഇനി അസൈൻമെന്റ് 4 to 10. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ അതോടുകൂടി ഫിനിഷ്ഡ് ആയി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻസും കാണുമ്പോഴും അത് നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിന്റെ ആൻസർ ഇവിടെ വിശദീകരിക്കും. അത് ശ്രദ്ധിച്ചതിന്റെ ശേഷം ആൻസർ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയതിന്റെ ശേഷം അങ്ങനെയും എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ. A balloon which always remains spherical has a variable radius. Find the rate at which its volume is increasing when with respect to radius when the later is 10. When the later is 10 means what? When the radius is 10 ആണ്. ഇവിടെ റേഡിയസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഓക്കെ, എന്താണ് വോള്യൂം ഓഫ് സ്ഫിയർ? ബലൂൺ ഇവിടെ സ്ഫിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മൾ വോള്യത്തിന് വി എന്ന് കൊടുക്കുകയാണ്, റേഡിയസിന് ആർ എന്നും കൊടുക്കുകയാണ്. സാധാരണ കൊടുക്കുന്ന രണ്ട് നൊട്ടേഷൻസ് തന്നെയാണ്. എന്താണ് വോള്യൂം ഓഫ് സ്ഫിയർ? വി ഈസ് ഈക്വൽ വാട്ട്? 4/3 പൈ ആർ ക്യൂബ്. ഇനി ഫൈൻഡ് റേറ്റ് അറ്റ് വിച്ച് വോള്യൂം ഈസ് ഇൻക്രീസിംഗ്. കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോള്യൂം ആണ് ചോദ്യം, വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ ചോദ്യം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോള്യൂം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് എങ്ങനെ എഴുതും? dv/dr. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. dv/dr is equal to, ഇവിടെ ഫോർമുല നിൽക്കുന്നത് 4/3 പൈ ആർ ക്യൂബ്. ആറിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് അല്ലെ. സോ 4/3 പൈ ഇൻറ്റു എന്താണ് ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആറിലാണ് ചെയ്യുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3r². ഇനി ഇവിടെ ചെയ്യേണ്ടുള്ള വരുമോ? വരില്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് ചോദ്യം. ഇവിടെ ആറാണ് ഉള്ളത്. സോ 3 ക്യാൻസൽ ചെയ്യുന്നു. 4πr² എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. 4πr². ഇനി വീണ്ടും ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോള്യൂം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് when the radius is 10 എന്നാണ്. when the later is 10 means when the radius is 10 എന്ന് പറഞ്ഞാൽ put r is equal to 10 in the last answer. We put r is equal to 10. r is equal to 10 എന്ന് കൊടുത്താൽ എന്തായിരിക്കും? dv/dr at r is equal to 10. ഈ എക്സ്പ്രഷനിൽ നമ്മൾ റേഡിയസിന് 10 എന്ന് കൊടുക്കുന്നു. സോ 4 പൈ ഇൻറ്റു 10², 400 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോള്യൂം ആയതുകൊണ്ടാണ് സെന്റിമീറ്റർ ക്യൂബ് എന്ന ആൻസർ വന്നിരിക്കുന്നത്. ക്ലിയർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വോള്യൂം ഓഫ് സ്ഫിയർ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോള്യൂം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. ഇത് വളരെ സിമ്പിൾ ആയ ചോദ്യം. റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദി റേറ്റ് ഓഫ്. റേഡിയസിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുന്നു. എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. ഓക്കെ, റേഡിയസിൽ നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്നും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർക്കംഫറൻസ് ആണ് ചോദ്യം. സർക്കംഫറൻസിന് നമ്മൾ സി എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുന്നു. ഓക്കെ, സർക്കംഫറൻസ്. ഇപ്പൊ എന്താണ് 0.7? വാട്ട് ഈസ് 0.7? ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 0.7 എന്ന് പറഞ്ഞ സംഭവം എന്താണ്? റേഡിയസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അത് മാത്രം അറിഞ്ഞാൽ മതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. dr/dt ആണ്, വിത്ത് റെസ്പെക്ട് സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ പറഞ്ഞത്. സോ dr/dt is equal to 0.7. ക്ലിയർ ആണല്ലോ? dr/dt is equal to 0.7. എന്താ ചോദ്യം? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ dc/dt എന്താന്നാ ചോദ്യം. dc/dt എന്താന്നാ ചോദ്യം. എന്താണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ? പറയൂ നിങ്ങൾ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് നിങ്ങൾക്ക് അറിയാം. സർക്കംഫറൻസ് എന്താണ്? ചുറ്റുമുള്ള അളവല്ലേ, ചുറ്റളവാണ്. സർക്കംഫറൻസ് is equal to 2πr. ഇനി എന്താ ചെയ്യേണ്ടത്? dc/dr ആണോ dc/dt ആണോ? നോക്കൂ നിങ്ങൾ, റേഡിയസ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടൈം ആണ്. സോ dc/dt ആണ് ചെയ്യേണ്ടത്. dc/dt is equal to 2π ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടി ചെയ്യുമ്പോൾ എന്തായിരിക്കും? dr/dt ആയിരിക്കും ആൻസർ. 2π ഇൻറ്റു dr/dt. dr/dt ഇവിടെ തന്നിട്ടുണ്ട് 0.7. അപ്പൊ ഇവിടെ നമ്മൾ 0.7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2π ഇൻറ്റു 0.7 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 പൈ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ശരിയല്ലേ? സർക്കംഫറൻസ് എഴുതി, വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്തു. എന്തിനാണ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്തത്? റേഡിയസ് ചേഞ്ച് ആവുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അതുകൊണ്ട് സർക്കംഫറൻസ് ചേഞ്ച് ആവുക വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നെ ആയിരിക്കും. ഓക്കെ, ഒരിക്കലും dc/dr ഇവിടെ ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ വായിക്കും നിങ്ങൾ.
ladder 5 meter long is leaning against a wall. Bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. How fast its height on the wall increasing when the foot of the ladder is 4 meter away from the wall? Question കണ്ടിട്ട് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ അത്രയൊന്നും ആൻസർ ഇല്ല കേട്ടോ. നമുക്ക് നിങ്ങൾ ഒരു ലാഡർ ഒരു ചുമരിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചാരി വെച്ച് അതിന് ഫിഗർ ഞാൻ ഇവിടെ വരക്കാം. ഇതാണ് അതിന്റെ ഫിഗർ. ഈ റെഡ് കളറിൽ നിങ്ങൾ കാണുന്നതാണ് ലാഡർ. ഇത് 5 മീറ്റർ ആണ്. ഇതാണ് വാൾ, ഇതാണ് ഫ്ലോർ. ബോട്ടം ഓഫ് ദി ലാഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബോട്ടം ഓഫ് ദി ലാഡർ. നമുക്ക് ഇത് മാർക്ക് ചെയ്യണം. ഇവിടെ 5 എന്ന് മാർക്ക് ചെയ്തു, ഇവിടെ X എന്ന് മാർക്ക് ചെയ്തു, ഇവിടെ ഹൈറ്റിന് ഞാൻ Y എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. H എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ Y എന്ന് കൊടുത്ത് തൽക്കാലം. ഇനി ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ഈ എക്സ് പോകുന്ന റേറ്റ് ആണ്. ബോട്ടം ഓഫ് ദി ലാഡർ ഈസ് പുൾഡ് അവേ ഫ്രം ദി വാൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോവാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും ഈ ലാഡർ ഇവിടെ ആദ്യം ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് തള്ളുമ്പോൾ, ഇങ്ങോട്ട് പുൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇതിലൂടെ സ്ലൈഡ് ചെയ്ത് പോകും. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്ന റേറ്റ് തന്നിട്ടുണ്ട്. അതാണ് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ലാഡർ പോകുന്ന റേറ്റ് ആണ് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. dx/dt ആണ് തന്നത്. ഓക്കെ, dx/dt = 2 എന്ന് തന്നിട്ടുണ്ട്. ഈ dx/dt ന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് x തന്നിട്ടുണ്ട്, അതാണ് 2. ഹൗ ഫാസ്റ്റ് ഈസ് ദി ഹൈറ്റ് ഈസ് ഡിക്രീസിങ്. സ്വാഭാവികമായിട്ടും ഇത് ലാഡർ ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് എന്താണെന്ന് ചോദ്യം. എന്ന് പറഞ്ഞാൽ dy/dt എന്താണെന്നാണ് ചോദ്യം. എന്താണ് dy/dt = what എന്നാണ് ചോദ്യം. ഇത്രയും ക്ലിയർ ആണല്ലോ. dx/dt 2 എന്ന് തന്നിട്ടുണ്ട്. ഹൗ ഫാസ്റ്റ് ഈസ് ദി ഹൈറ്റ് ഡിക്രീസിങ് ചോദിച്ചാൽ dy/dt = what എന്നാണ് ചോദ്യം. നമുക്ക് ആകെ ചെയ്യേണ്ടത് ഈ ഒരു ചിത്രത്തില് ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൽ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കണം. എന്താണ് പൈതഗോറസ് തിയറം? നിങ്ങൾ പറയൂ ആൻസർ. ഫ്രം ഫിഗർ വാട്ട് x² + y² = 25. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു ടി, കാരണം ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് എല്ലാം തന്നിരിക്കുന്നതല്ലോ. അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടി എന്താണ് x² ഡെറിവേറ്റീവ്? 2x മതിയാവോ? വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x² ഡെറിവേറ്റീവ് 2x മതിയോ? പോരാ. 2x dx/dt. dx/dt പറഞ്ഞതിന് ശേഷമേ നിങ്ങൾ ചുണ്ട അടക്കാൻ പാടുള്ളൂ, ശ്വാസം അയക്കാൻ പാടുള്ളൂ. ഓക്കെ, പ്ലസ് 2y dy/dt = 0. ഇനി dx/dt നമുക്ക് 2 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ കണ്ടോ. ഡേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബോട്ടം ഓഫ് ദി ലാഡർ തന്നിട്ടുണ്ട്, അത് 2. സോ ഇവിടെ നമ്മൾ 2 എന്ന് കൊടുക്കുന്നു. 4x + 2y dy/dt = 0. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? dy/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് ആണല്ലോ, അതാണ് dy/dt. സോ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. 4x 2y dy/dt = -4x. ഈ 4x നെ സൈഡ് മാറ്റിയിട്ടുണ്ട്. സോ dy/dt = what? -2x/y എന്ന ആൻസർ കിട്ടി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. പക്ഷെ ഇതിൽ അവസാനം ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹൗ ഫാസ്റ്റ് ഈസ് ദി ഹൈറ്റ് ഓൺ ദി വാൾ ഈസ് ഡിക്രീസിങ്. അതാണ് dy/dt. when the foot of the ladder is 4 meter away എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ when x = 4 dy/dt ചെയ്യണം. x 4 ആവുമ്പോഴാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, x = 4 എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ആൻസറിൽ ഞാൻ x ന് 4 എന്ന് കൊടുക്കാൻ പോവാണ്. x ന് 4 എന്ന് കൊടുക്കുന്ന അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? x 4 ആവുമ്പോൾ വാട്ട് ഈസ് y? നിങ്ങൾക്ക് പറയാൻ പറ്റും. x 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഞാൻ x ന് 4 എന്ന് കൊടുത്താൽ വാട്ട് ഈസ് y? ഇത് 5 ആണ്, ഇത് 4 ആണ്. അപ്പൊ ഇത് എന്ത് വരും? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. 3 എന്നായിരിക്കും. സോ നമ്മൾ x = 4 എന്ന് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ x = 4 എന്ന് കൊടുക്കുന്ന അതേ സമയത്ത് y-ക്ക് നമ്മൾ 3 എന്ന് കൊടുക്കണം. സോ ദ ആൻസർ ഈസ് -2 × x ന് 4 എന്ന് കൊടുത്തു, y = 3 എന്ന് കൊടുത്തു. ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. y = 3 എന്ന് ക്വസ്റ്റ്യൻ ഒരിക്കലും പറയില്ല. x 4 ആവുമ്പോൾ y = 3. സോ ദ ആൻസർ ഈസ് -8/3. നോക്കൂ നിങ്ങൾ, ഇവിടെ ആൻസർ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് വന്നത്. നമ്മൾ ആരും എഴുതിയതല്ലല്ലോ നെഗറ്റീവ്. ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് വന്നില്ല. എന്താ അതിന്റെ കാരണം? എന്താ കാരണം? dy/dt എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് അല്ലേ. സ്വാഭാവികമായിട്ടും ഹൈറ്റ് എന്താ അവിടെ സംഭവിക്കുന്നത്? ഹൈറ്റ് ഡിക്രീസിങ് അല്ലേ. ഹൈറ്റ് ഡിക്രീസിങ് വന്നത് കൊണ്ടാണ് ഇവിടെ മൈനസ് എന്നുള്ള സിമ്പിൾ വരാനുള്ള കാരണം. ഓക്കെ, സോ ദ ആൻസർ ഈസ് -8/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sand is pouring from a pipe at the rate of 12 cm³ per second. The falling sand forms a cone on the ground in such a way that the height of the cone is always 1/6 of the radius of the base. How fast is the height of the sand cone is increasing when the height is 4? ഒരു പൈപ്പിലൂടെ
ഇങ്ങനെ മണൽ വന്ന് ഇങ്ങനെ വീഴാന്ന് വിചാരിച്ചു. മണൽ വന്ന് ഇങ്ങനെ വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗ്രൗണ്ടിൽ ഇങ്ങനെ വീഴുമ്പോൾ ഫോം ചെയ്യുന്ന ഷേപ്പ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ട് അത് ഫോം ചെയ്ത് വരിക ഒരു കോണിക്കൽ ഷേപ്പ് ഇങ്ങനെ ഫോം ചെയ്യുക അല്ലെ. ഈ ഒരു ഷേപ്പിലായിരിക്കും അത് അവിടെ മണൽ ഇങ്ങനെ ഫോം ചെയ്യുക. ഈ ഒരു ഷേപ്പിൽ മാത്രമേ അത് ഫോം ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ കോണിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കോണിന്റെ ഒരു ഫിഗർ ഞാൻ ഇവിടെ വരക്കാം. ഇതാണ് അതിന്റെ ഫിഗർ. ഹൈറ്റിന് ഞാൻ എച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്, റേഡിയസിന് ആർ എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ എച്ചും ആറും തമ്മിലുള്ള ഒരു കണ്ടീഷൻ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, falling sand forms in such a way that height of the cone is always 1/6 of the radius of the base എന്നാണ്. ഹൈറ്റ് ഓഫ് ദി കോൺ എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. എച്ച് is equal to r/6 എന്ന് തന്നിട്ടുണ്ട്. 1/6 of the radius എന്ന് പറഞ്ഞാൽ r/6 ഉണ്ടോ, 1/6 of radius എന്നാണ്. അപ്പൊ എച്ച് is equal to r/6 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ r is equal to 6h എന്ന് എഴുതാം അല്ലെ. r is equal to 6h. ഇതിൽ ഏതാണോ ആവശ്യം അത് നമ്മൾ യൂസ് ചെയ്യും. ഇനി വോള്യത്തിൽ നമ്മൾ തുടങ്ങുകയാണ് അല്ലെ. dv/dt ഈ 12 എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ, വോള്യം ഓഫ് ദി സാൻഡ് ആണ്. അതായത് dv/dt ആണ്. പെർ സെക്കൻഡ് ആയതുകൊണ്ടാണ് dv/dt എന്ന് എഴുതിയത് കേട്ടോ. dv/dt is equal to 12 എന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റിന്റെ റേറ്റ് ആണ് ചോദ്യം, dh/dt ആണ് ചോദ്യം. ഓക്കെ, dv/dt തന്നിട്ടുണ്ട് 12 തന്നു. ഹൗ ഫാസ്റ്റ് ഇസ് ദി ഹൈറ്റ് എന്ന് ചോദിച്ചത് കൊണ്ട് dh/dt is equal to what എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം എങ്ങനെ dh/dt ചെയ്യാം. ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് വോള്യം ഓഫ് ദി കോൺ? എന്താണ് വോള്യം ഓഫ് ദി കോൺ? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. വോള്യം ഓഫ് ദി കോൺ ഈസ് 1/3 πr²h. ശരിയല്ലേ? 1/3 πr²h. ഇനി നമ്മൾ ചെയ്യേണ്ടത് dv/dt ആണ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കാരണം ഇവിടെ തന്നിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ആറും വേരിയബിൾ ആണ്, എച്ചും വേരിയബിൾ ആണ്. രണ്ട് വേരിയബിൾസ് വരുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പൊ പ്രോഡക്റ്റ് റൂൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആറിനെയും എച്ചിനെയും ഒരു വേരിയബിളിലേക്ക് മാറ്റുകയാണ്. ആറിനെ നമ്മൾ എച്ചിലേക്ക് മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റനിൽ r is equal to 6h എന്ന് തന്നിരിക്കുന്നത്. പുട്ട് r is equal to 6h. അപ്പൊ നമ്മൾ ഈ r² പകരം അല്ലെങ്കിൽ ആറിന് പകരം ഞാൻ 6h എന്ന് ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? 1/3 π into 6h the whole square into h. ഉണ്ടോ, ആറിന് നമ്മൾ 6h കൊടുത്തു. ഇത് 36h² എന്നായി. ഈ 36ഉം ഈ 3യും ക്യാൻസൽ ചെയ്തു. അപ്പൊ 12 എന്നായി അല്ലെ. ഇത് 36 ആണ് ആക്ച്വലി. അപ്പൊ 12 πh³ ആൻസർ കിട്ടി. ഇതാണ് വോള്യം കാണാനുള്ള ഫോർമുല, 12 πh³. ഇനി ഞാൻ ചെയ്യേണ്ടത് dv/dt ആണ് ചെയ്യുന്നത്. ഓക്കെ, dv/dt ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് dv/dt ചെയ്യാണ്. dv/dt is equal to 12 π into ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടൈമിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ചെയിൻ റൂൾ വരും. 12 π into 3h² into dh/dt എന്ന് ആൻസർ കിട്ടും അല്ലെ. h³ ഡെറിവേറ്റീവ് 3h² into dh/dt എന്ന് എഴുതാൻ മറക്കരുത്. h³ ഡെറിവേറ്റീവ് 3h² into dh/dt. കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. നമുക്ക് കാണേണ്ടത് എന്താണ്? dh/dt ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ dv/dt ഇവിടെ 12 എന്ന് തന്നിട്ടുണ്ടല്ലോ, 12 എന്ന് വാല്യൂ കൊടുക്കുകയാണ്. 12 is equal to 12 π 3h² into dh/dt. So dh/dt is equal to 12 ക്യാൻസൽ ചെയ്യുന്നു. 1/3 πh² എന്ന ആൻസർ കിട്ടുന്നു. ഇനി എന്ത് ചെയ്യണം? when h is equal to ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. how fast is the height increasing when the height is 4 എന്നാണ്. when the height is 4 എന്ന് പറഞ്ഞാൽ when h is equal to 4 dh/dt when h is equal to 4. ഇവിടെ h ന് 4 എന്ന് കൊടുത്താൽ ഇവിടെ 4ന്റെ സ്ക്വയർ 16 ആവും. 16 into 3 48. 1/48 π എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഒന്നുകൂടെ നോക്കൂ എന്തൊക്കെ ചെയ്തു. കോണിന്റെ ഷേപ്പ് വരച്ചു. ഹൈറ്റ് is equal to 1/6 of the radius. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൈറ്റ് is equal to 1/6 of the radius. ഈ ഒരു കണ്ടീഷൻ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ dv/dt ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 12 എന്ന് തോന്നുന്നു. വിയിൽ നിന്ന് തുടങ്ങാണ്. വോള്യം ഓഫ് എ കോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു വേരിയബിളിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തു. പ്രോഡക്റ്റ് റൂൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വേരിയബിളിലേക്ക് മാറ്റിയത്. അന്നേരം നമുക്ക് 12 πh³ എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മെയിൻ ഫോർമുല. വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ചെയിൻ റൂൾ പ്രകാരം dh/dt എന്ന് വന്നിട്ടുണ്ട്. ആ dh/dt നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. then put h is equal to 4 at last. നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? 1/48 π. ഹൈറ്റ് അല്ലേ, ഹൈറ്റ് ആകുമ്പോൾ സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും ആൻസർ ഉണ്ടാവും. നെക്സ്റ്റ്, ഇതൊരു എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ടോട്ടൽ റവന്യൂ ഇൻ റുപ്പീസ് റെസീവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് എക്സ് യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ഗിവൺ ബൈ ആർ ഓഫ് എക്സ്. റവന്യൂ ആയതുകൊണ്ടാണ് ആർ എന്ന് ഫംഗ്ഷന് പേര് കൊടുത്തത്. സാധാരണ എഫ് എന്നാണ് പേര് കൊടുക്കാറുള്ളത് അല്ലെ. റവന്യൂ ആയതുകൊണ്ട് നമ്മൾ ആർ എന്ന് പേര് കൊടുത്താണ് കേട്ടോ. ആർ എക്സ് ഇസ് ഈക്വൽ ടു
3x square plus 36x plus 5. Find the marginal revenue when x is equal to 5. നമ്മുടെ ചോദ്യം മാർജിനൽ റവന്യൂ എന്താണെന്നാണ്. എക്സ് 5 ആവുമ്പോൾ വാട്ട് ഈസ് മാർജിനൽ റവന്യൂ? സ്വാഭാവികമായിട്ടും മാർജിനൽ റവന്യൂ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അത് എക്കണോമിക്സിലെ ഒരു ടേം ആണ്. അപ്പൊ എന്താണ് ഇവിടെ പറയാണ്? വാട്ട് ഈസ് മാർജിനൽ റവന്യൂ? മാർജിനൽ റവന്യൂ മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ്. വളരെ സിമ്പിൾ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ നമ്മൾ പഠിച്ചല്ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമ്മൾ ഡി ആർ എന്ന് വായിച്ചാൽ മതി. ഇപ്പൊ ഡി ആർ ബൈ ഡി എക്സ് എന്താണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് നമുക്ക്. ഉണ്ടോ? മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ ഇവിടെ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ ആർ. സോ വാട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റവന്യൂ? ഡി ആർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഡി ആർ ബൈ ഡി എക്സ് കണ്ടാൽ ഇതിന്റെ ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആയ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നമ്മൾ ചെയ്താൽ ആൻസർ കിട്ടും. നമ്മൾ ആർ എഴുതി 3x square 3x cube plus 36x plus 5. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി എക്സ് 6x പ്ലസ് ഇവിടെ 3x square എന്നാണ്. ഇവിടെ 3x square എന്നാക്കി മാറ്റണം ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. ഇവിടെ ഞാൻ എഴുതി തെറ്റിപ്പോയതാ കേട്ടോ. ഇത് മൈൻഡ് ചെയ്യേണ്ട. ഇത് നിങ്ങൾ സ്ക്വയർ എന്നാക്കണം. 3x square. ഓക്കെ, 3x square plus 36x plus 5 കറക്റ്റ് ആണല്ലോ. ഇനി നമ്മൾ നോക്കാം ഇതിന്റെ ഡെറിവേറ്റീവ്. ഡി ആർ ബൈ ഡി എക്സ് ചെയ്യാണ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x അല്ലേ? അപ്പൊ 6x plus 36 എന്ന് കിട്ടും. ശരി, എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x, സോ 6x plus 36. അതോടുകൂടി ആൻസർ കഴിഞ്ഞു. അതാണ് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ വെൻ എക്സ് ഇസ് ഇക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ എക്സ് ഇസ് ഇക്വൽ ടു 5. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സിന് 5 എന്ന് കൊടുത്താൽ മതി. ഡി ആർ ബൈ ഡി എക്സ് വെൻ എക്സ് ഇസ് ഇക്വൽ ടു 5 ഈസ് 6 into 5 plus 36. ഇത്രയായിരിക്കും ആൻസർ. 66 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 66 ആണ് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ. അപ്പൊ ഇതിൽ എക്കണോമിക്സിലെ ടേം വന്നു എന്ന് മാത്രമേ ഇതിൽ പ്രത്യേകത ഉള്ളൂ. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ. അതാണ് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഡി ആർ ബൈ ഡി എക്സ് കണ്ടാൽ ഇതിന്റെ. ഇതുപോലെ മറ്റൊരു ടേം കൂടെ ഇതിലുണ്ട്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മളെ ഹോംവർക്കിൽ അസൈൻമെന്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോസ്റ്റ്. അന്നേരം നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ തരും. സി എന്നായിരിക്കും പേര്, സി ഓഫ് എക്സ്. ഓക്കെ, നിങ്ങൾ ഡി സി ബൈ ഡി എക്സ് ചെയ്താൽ ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റവന്യൂ ആകുമ്പോൾ എന്തായി മാറും? ടോട്ടൽ റവന്യൂ ആകുമ്പോൾ മാർജിനൽ റവന്യൂ ആയിരിക്കും. എല്ലാം ഡെറിവേറ്റീവ് ആണ് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. A particle moves along the curve 6y is equal to x cube plus 2. 6y is equal to x cube plus 2. Find the points on the curve at which y coordinate is changing 8 times as fast as x coordinate. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അത് ഞാൻ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഒന്നും കൂടെ ഇവിടെ എഴുതാണ്. ഗിവൺ ദാറ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്കറിയാം 6y. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കൂ. y coordinate is changing 8 times as fast as x coordinate. Y coordinate is changing എന്ന് പറഞ്ഞാൽ dy by dt ആണ് അല്ലെ. dy by dt എന്ന് പറഞ്ഞാൽ 8 times x coordinate dx by dt. അപ്പൊ അതാണ് ആദ്യം തന്നെ നമ്മൾ എഴുതി വെക്കുന്നത്. given that dy by dt is equal to 8 times dx by dt. കണ്ടോ, നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. y coordinate is changing, അതാണ് dy by dt 8 times as x coordinate. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കർവ് 6y is equal to x cube plus 2. വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നമ്മൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ എന്തായിരിക്കും ആൻസർ? 6y into അല്ലെ 6 into dy by dt is equal to 3x square into dx by dt. ചെയിൻ റൂൾ ആണല്ലോ. 6 into dy by dt is equal to x cube ന്റെ ഡെറിവേറ്റീവ് 3x square പോരാ dx by dt. 2 ന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ്സ് കാണാനുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ dy by dt ക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 8 times dx by dt എന്ന് കൊടുക്കുകയാണ്. dy by dt റീപ്ലേസ് ചെയ്യുന്നു വിത്ത് 8 dx by dt. അപ്പൊ എന്തായിരിക്കും? 6 into dy by dt ക്ക് പകരം എന്ത് എഴുതി? 8 dx by dt എന്ന് എഴുതി. ബാക്കിയെല്ലാം സെയിം. ഈ dx by dt ക്യാൻസൽ ചെയ്തു. dx by dt ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കി നമ്മൾ ഇതിന് x കണ്ടെത്തുന്നു. അപ്പൊ എന്ത് കിട്ടിയ ആൻസർ നോക്കൂ. 48 is equal to 3x square അല്ലെ. x square is equal to 16 എന്ന ആൻസർ കിട്ടും. ശരിയല്ലേ? x square is equal to ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 48 by 3 is equal to 16. x is equal to plus or minus 4 നമുക്ക് ആൻസർ കിട്ടും. x is equal to plus or minus 4. പക്ഷെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദി പോയിന്റ്സ് ഓൺ ദി കർവ് എന്നല്ലേ. ഫൈൻഡ് ദി പോയിന്റ്സ് എന്നാണ് ചോദ്യം. പോയിന്റ്സ് ആണ് കാണുന്നത്. പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റും ഉണ്ടാവും y കോർഡിനേറ്റും ഉണ്ടാവും. ശരിയല്ലേ?
എക്സ് 4 ആകുമ്പോൾ y എന്താണെന്നും എക്സ് -4 ആകുമ്പോഴും y നമ്മൾ കാണണം. വാട്ട് ഈസ് y? എന്താ y നോക്കൂ നിങ്ങൾ. x = 4 നമ്മൾ കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ y. ഇതിൽ നിന്നാണ് y കണ്ടെത്തേണ്ടത്. വാട്ട് ഈസ് y? നിങ്ങൾ പറയാൻ ആൻസർ y = x³ + 2/6. ശരിയല്ലേ? y = x³ + 2/6. ഇതിൽ നമ്മൾ x ന് 4 എന്ന് കൊടുത്താൽ ഇവിടെ 4 എന്ന് കൊടുത്താൽ എന്തായിരിക്കും ആൻസർ? put x = 4 in this expression. 4 ന്റെ ക്യൂബ് 64 അല്ലേ? 64 + 2 66/6 എന്ന് കിട്ടും. എന്താണ് 66/6 അല്ലെ? 64 + 2/6 എന്ന് പറഞ്ഞാൽ 11 എന്ന ആൻസർ കിട്ടും. y = 11. x = 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y = 11. ശരി. ഇനി x = -4 എന്ന് കൊടുത്താലോ? ഇവിടെ -4 എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? when x = -4, y = -4 ന്റെ ക്യൂബ് -64 + 2/6 -62 / 6 എന്ന് കിട്ടും ആൻസർ. അല്ലെങ്കിൽ -62/6. രണ്ട് പോയിന്റ്സ് കിട്ടി. ഏതൊക്കെ പോയിന്റ്സ്? 4 ആകുമ്പോൾ 11 അല്ലെ? 411 എന്ന് കിട്ടും. രണ്ടാമത് -4 62/6 എന്ന് കിട്ടും അല്ലെ? 62/6 പകരമാണ് 31/3 എന്നിവിടെ എഴുതിയിരിക്കും. ചെയ്തത് മനസ്സിലായല്ലോ? ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇവിടെ എഴുതി വെച്ച് y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 8 times as fast as x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ dy/dt = 8 times dx/dt. തന്നിരിക്കുന്ന കർവ് എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആ കണ്ടീഷൻ ഉപയോഗിച്ചു, ക്യാൻസൽ ചെയ്തു, നമുക്ക് x കിട്ടി. put x = 4 and -4 in this equation, original equation, we will get y. So 2 points കിട്ടി. 411 and -4 -31/3. Okay, next question number 14. Radius of an air bubble is increasing at the rate of ½ centimeter per second. At what rate is the volume of the bubble is increasing when the radius is 1? This simple question. Radius of a air bubble is increasing. Radius in the change ആണ് half. Radius നമ്മൾ r എന്ന് കൊടുക്കുന്നു, വോള്യത്തിന് നമ്മൾ v എന്ന് കൊടുക്കുന്നു. Rate of change of radius ആണ് half. dr/dt ആണ് half. ക്ലിയർ ആണല്ലോ? dr/dt. ഇങ്ങനെ t വന്നത് സെക്കൻഡ് ആയതുകൊണ്ടാണ് dr/dt. per second അല്ലേ? dr/dt = half. ഇനി വോള്യത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദ്യം അല്ലെ? dv/dt എന്താണെന്നാ ചോദ്യം? dv/dt when r = 1 എന്നാണ് ചോദ്യം. വോള്യം ഓഫ് എയർ ബബിൾ. സാധാരണഗതിയിൽ നമ്മൾ എയർ ബബിൾ ആയതുകൊണ്ട് റേഡിയസ് എയർ ബബിളിന്റെ ഷേപ്പ് എപ്പോഴും സ്ഫെറിക്കൽ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എയർ ബബിൾ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ സ്ഫിയറിന്റെ ഷേപ്പാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പം എന്താണ് സ്ഫിയറിന്റെ വോള്യം പറയും നിങ്ങൾ? വോള്യത്തിന്റെ ചോദ്യം വോള്യം ആണല്ലോ. അതുകൊണ്ട് വോള്യം ഓഫ് സ്ഫിയർ എഴുതുന്നു. എന്താണ് വോള്യം? 4/3 πr³. സ്ഫിയറിന്റെ വോള്യം 4/3 πr³. dv/dt ആണ് ചോദ്യം. dv/dt = 4/3 π × 3r² അല്ലെ? 3r². അത് മതിയോ? പോരാ. dr/dt. ഇതിൽ dr/dt ഞാൻ ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട്. ഇതാ dr/dt നമ്മൾ ഹാഫ് എന്ന് കൊടുക്കുന്നു. സോ ദ ആൻസർ ഈസ് 4 πr². 3 ക്യാൻസൽ ചെയ്തു കേട്ടോ. 3 ക്യാൻസൽ ചെയ്തു. 4 πr² × dr/dt ഹാഫ് എന്ന് കൊടുത്തു. സോ ദ ആൻസർ ഈസ് 2 πr² എന്ന ആൻസർ കിട്ടി. എന്താണ്? 2 πr². 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. 4 πr². ഈ 2 ക്യാൻസൽ ചെയ്തു. 2 4 ക്യാൻസൽ ചെയ്തു. 2 πr². ഇനി എന്താ ചോദ്യം? ഹൗ ഫാസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോള്യം ഓഫ് വെൻ ദ റേഡിയസ് ഈസ് 1 ആണ്. റേഡിയസിന് 1 കൊടുക്കുന്നു ഇവിടെ ആൻസർ ലാസ്റ്റ്. സോ ദ ആൻസർ ഈസ് 2 dv/dt when r = 1 2 π എന്ന ആൻസർ കിട്ടുന്നു. 2 π എന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. r ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1² is 1. So the answer is 2 π. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. A man of height 2 meter walks at a uniform speed of 5 km/h away from a lamp post of height 6 meter. Find the rate at which the length of his shadow increases. It's a very important question ആണ്. Previous question ആണ് കേട്ടോ. A man of height 2 meter walks at a uniform speed of 5 km/h from a lamp post. നമുക്ക് ഇവിടെ ചിത്രം വരച്ചു നോക്കാം. ഇതാണ് നമ്മൾ, ഇത് ഫ്ലോർ ആണ്, ഇതാണ് ലാമ്പ് പോസ്റ്റ്. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് ആണ് 6 മീറ്റർ. ഇനി ഇവിടെ ഒരു മനുഷ്യൻ, ഒരാൾ ഇവിടെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ ഈ റെഡ് കളറിലാണ് എ മാൻ ഈസ് സ്റ്റാൻഡിങ് ഹിയർ. അയാളെ ഹൈറ്റ് 2 ആണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഷാഡോ ഇങ്ങനെ വരും അല്ലെ? ഇങ്ങനെ വന്നിട്ട് ഇതാണ് ലെങ്ത് ഓഫ് ഷാഡോ എന്ന് പറഞ്ഞാൽ ഇതാണ്. എ ബി ആണ് അയാളുടെ ലെങ്ത് ഓഫ് ഷാഡോ എന്ന് മനസ്സിലാക്കി വെക്കുക. എ ബി ആണ് ലെങ്ത് ഓഫ് ഷാഡോ. പോസ്റ്റിൽ നിന്ന് ഇയാളിലേക്കുള്ള ദൂരമാണ് BC. ഓക്കെ, പോസ്റ്റിന്റെ ഹൈറ്റ് ആണ് 6, ഇയാളുടെ ഹൈറ്റ് ആണ് 2. ക്ലിയർ ആണല്ലോ? ഇനി
ഇവിടെ 2 നമുക്ക് മനസ്സിലായി. ഈ 5 km/h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അയാൾ നടന്ന അകലിൽ നിന്ന് സ്പീഡാണ്, ഇയാൾ നടന്നു പോകുന്ന സ്പീഡാണ് 5 km എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ പോസ്റ്റിൽ നിന്നാണ് നടന്നു വരുന്നത്. അയാൾ നടന്നു വരുന്ന ദൂരം x എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ 5 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? dx/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് x ആയിരിക്കും, dx/dt ആയിരിക്കും. ഓക്കെ, dx/dt is equal to 5. എന്താ ചോദ്യം? റേറ്റ് അറ്റ് വിച്ച് ഷാഡോ ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ y എന്ന് കൊടുത്തിട്ടുണ്ട്, ഷാഡോക്ക് ഞാൻ y എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് dy/dt എന്നാണ് ചോദ്യം. അപ്പൊ ഇയാള് നടന്നു പോകുന്ന, ഈ മാൻ നടന്നു പോകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, നടന്നു പോകുന്ന ദൂരമാണ് x, dx/dt ആണ് 5. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷാഡോ ആണ് ചോദ്യം, ഷാഡോക്ക് ഞാൻ y എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ dy/dt എന്താണെന്നോ ചോദ്യം. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ എക്സും വൈയും 6ഉം 2 എല്ലാം കണക്ട് ചെയ്യാണ്. നമ്മൾ പണ്ട് പഠിച്ച ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാണ്. ഇവിടെ 2 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ? ഒന്ന് ABE എന്ന് പറഞ്ഞ ഒരു ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ACD എന്ന് പറയുന്ന ഒരു വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും. അതിൽ നമ്മൾ സിമിലാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കും? നമുക്ക് ചെറിയ ട്രയാങ്കിളിന്റെ ബേസ് അല്ലേ ഇവിടെ ഉള്ളത്? AB അല്ലേ? ചെറിയ ട്രയാങ്കിളിന്റെ ബേസ് ബൈ ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലെ? വലിയ ട്രയാങ്കിളിന്റെ ബേസ് AC, വലിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ് 6 അല്ലെങ്കിൽ CD. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അതിനു മുമ്പ് നമുക്ക് അറിയാം dx/dt ആണ് നമുക്ക് തന്നിരിക്കുന്നത് 5. ഞാൻ നേരത്തെ പറഞ്ഞു dx/dt 5 ആണ് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷാഡോ എന്ന് പറഞ്ഞാൽ dy/dt ആണ് ചെയ്യേണ്ടത്. ഇവിടെ വലിയ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ AC ആണ് അല്ലെ? വലിയ ട്രയാങ്കിളിന്റെ ബേസ് ബൈ ചെറിയ ട്രയാങ്കിളിന്റെ ബേസ്, വലുതിന്റെ ബേസ് ബൈ ചെറുതിന്റെ ബേസ്, അതാണ് AC/AB is equal to വലിയ ഹൈറ്റ് ബൈ ചെറിയ ഹൈറ്റ്, CD/B. ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. 2 ട്രയാങ്കിൾസ് ഉണ്ട്, ഒരു ചെറിയ ട്രയാങ്കിളും ഒരു വലിയ ട്രയാങ്കിളും ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ സിമിലാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ കമ്പയർ ചെയ്യാണ്. വലിയ ബേസ് AC അല്ലെ? വലിയ ട്രയാങ്കിളിന്റെ ബേസ് ബൈ ചെറിയ ട്രയാങ്കിളിന്റെ ബേസ് AC/AB. അപ്പൊ നമ്മൾ ഹൈറ്റും അതേപോലെ എഴുതാണ്. വലിയ ഹൈറ്റ് CD/BE. അല്ലെങ്കിൽ നമ്മൾ എക്സിലേക്കും വൈയിലേക്കും കൺവേർട്ട് ചെയ്താൽ x plus y by y. വലിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ AC അല്ലേ? ഇത് x plus y ആണ്. x plus y by y is equal to height by height 6/2 is equal to 3 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പൊ എന്തായി? നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതാണ്. x plus from figure x plus y is equal to cross multiply ചെയ്താൽ 3y എന്ന് കിട്ടും. x plus y is equal to 3y. നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, x is equal to 2y. ഈ y നെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. അപ്പൊ x is equal to 2y കിട്ടി. വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dx/dt is equal to 2 dy/dt. ക്ലിയർ ആണല്ലോ? dx/dt is equal to 2 dy/dt. ഇതിൽ dx/dt 5 ആണ് തന്നിട്ടുണ്ട്. dx/dt is equal to 5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹിസ് സ്പീഡ് ആണ് 5. അപ്പൊ നമ്മൾ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 is equal to 2 into dy/dt. വാട്ട് ഈസ് dy/dt? 5/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 5/2 km/h. ക്ലിയർ? ഒന്നുകൂടി പറയാം. ഇയാള് നടന്നു പോകുന്ന ഡിസ്റ്റൻസ് ആണ് x, അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് 5, അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് 5. അതുകൊണ്ട് dx/dt ആണ് 5 എന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷാഡോ ആണ് ചോദ്യം. ഷാഡോ എന്ന് പറഞ്ഞാൽ ഇവിടെ y ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് dy/dt is equal to what എന്നാണ് ചോദ്യം. നമ്മൾ ഈ ട്രയാങ്കിളിൽ സിമിലാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്. ബേസ് ബൈ ബേസ്, വലിയ ബേസ് ബൈ ചെറിയ ബേസ്, അതാണ് AC/AB. വലിയ ഹൈറ്റ് ബൈ ചെറിയ ഹൈറ്റ് 6/2, അതാണ് ഇവിടെ 3 കിട്ടിയിരിക്കുന്നത്. വലിയ ബേസ് എന്ന് പറഞ്ഞാൽ x plus y ആണ് അല്ലെ? x plus y by y. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ x plus y is equal to 3y കിട്ടി. ഒരു y ഇങ്ങോട്ട് സൈഡ് മാറ്റിയിട്ടുണ്ട്. x is equal to 2y. വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്തു. dx/dt is equal to 2 dy/dt. Put dx/dt is equal to 5. 5 is equal to 2 into dy/dt. So dy/dt is equal to 5/2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ? എല്ലാവരും ആൻസർ എഴുതിയെടുക്കണം, ഫിഗർ വരക്കണം, എല്ലാ സ്റ്റെപ്സും എഴുതണം. ഓക്കെ, ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അസൈൻമെന്റ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അസൈൻമെന്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്ത് അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീൻ ഒരുപാട് നേരം നോക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ സ്ക്രീൻ നോക്കണമെന്ന് നിർബന്ധമില്ല. ഈ എക്സസൈസ് 6.1 7, 8, 13, 15, 16, 18 ഇത്രയും അസൈൻമെന്റ്സ് ആണ്. ഒരു അഡീഷണൽ പ്രോബ്ലം കൂടെ ഉണ്ട്, ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. ഇതിന്റെ കംപ്ലീറ്റ് ആൻസർ നിങ്ങൾ എഴുതിയെടുക്കണം. ഇവിടെ 3, 3, 6, 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്.
ഇവിടെ 6 നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്റെ വക അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ ചോദ്യം നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അവരും ജസ്റ്റ് ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ്. ഓക്കെ, അസൈൻമെന്റ് നമ്പർ 4 നമ്മൾ ചെയ്തതാണ്, വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5 ബലൂണിന്റെ ചോദ്യമാണ്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 7 അത് ടോട്ടൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. മാർജിനൽ കോസ്റ്റ് ആണ് ചോദ്യം. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ DC/DX ആണ്. ഓക്കെ, ഇവിടെ മാർജിനൽ റവന്യൂ DR/DX നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ DC/DX at 17 ചെയ്താൽ മതി. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് DR/DX at x = 7 ആണ്. ടോട്ടൽ റവന്യൂ ഇതും 8ഉം 9 ഒക്കെ സെയിം ആണ്, കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 9 നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു സ്പെഷ്യൽ ചോദ്യമാണ്. A particle start from P and reaches at Q. Its equation of motion is S = TQ/3 - 2t². Find the velocity, time taken to reach at Q. ഇത് ഫിസിക്സിലെ ഒരു ചോദ്യമാണ്. ഇവിടെ എസ് ആണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി എന്താണെന്നാണ് ചോദ്യം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ DS/dt ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആണ്, ഇത് ചെയ്യുന്നതുകൊണ്ട് ആവശ്യമില്ല, DS/dt ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഫൈൻഡ് ടൈം ടേക്കൺ ബൈ ഇറ്റ് ടു റീച്ച് അറ്റ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യൂവിൽ പാർട്ടിക്കിൾ എത്തുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. വെലോസിറ്റിക്ക് 0 എന്ന് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DS/dt നിങ്ങൾ ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. ആ DS/dt നിങ്ങൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് T കിട്ടും. ആ ടൈം എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായും ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. ഈ ഫുൾ അസൈൻമെന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ആകെ 7 ക്വസ്റ്റ്യൻസ് മാത്രമേ അസൈൻമെന്റ് ആയിട്ടുള്ളൂ. 8 ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഈ ഒരു സെഷൻ, ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇവിടെ ഫിനിഷ് ആവാണ്. എല്ലാവരും എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവർക്കും എന്തായാലും ആൻസർ കിട്ടും. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചെയ്ത് തന്നെ പഠിക്കണം. അതിൽ ആ ഫിഗർ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം വീണ്ടും അടുത്ത ആപ്ലിക്കേഷനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.